അങ്ങനെ ഞാനും പറിച്ചു ഒരു മൾബറിക്ക്. ഇതൊരു കാപ്പിമരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാപ്പി അല്ലേ ഇത്? ഇതിൻ്റെ പൂവൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് കാപ്പിയാണ്. എന്നാ രസമാണ് ഇത് കാണാൻ. മഞ്ഞയും എൻ്റെ അകത്ത് ചോപ്പ്. വന്ന വഴിക്കൊരു ഗുഹ കണ്ട. ഈ ഗുഹയ്ക്കകത്ത് തലയണയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഓസി മലയാളി വ്ലോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. കൊറോണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ ഒരുപാട് കൂടുതലുണ്ടെന്നറിയാം. പക്ഷേ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഐലൻഡ് കാണാൻ പോകണം. ഐലൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഐലൻഡൊന്നുമല്ല കേട്ടോ. ഒരു 10-75 ഏക്കറുള്ള ഒരു കുഞ്ഞ് ഐലൻഡാണ്. അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി പറഞ്ഞല്ലോ വെയിലിൻ്റെ ഒരു സംഭവമൊന്നും ഇല്ല, അന്ന് ചെറിയൊരു മൂടലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വെയിലാണെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് പോരാണ്ട് സൗബിനുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിഡ്നി സിറ്റിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലമുള്ളത്. ഉദ്ദേശം ഒരു 70 ഏക്കർ 75 ഏക്കർ അത്രേ ഉള്ളൂ ഈ സ്ഥലത്ത്. ഇവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആ ഐലൻഡിലേക്കുള്ള ഒരു ഏക യാത്രാമാർഗ്ഗം എന്ന് പറയുന്നത് പാലമൊന്നുമില്ല അങ്ങോട്ട് പോകാനായിട്ടുള്ള നമുക്ക് ഫെറിയാണുള്ളത്. അപ്പോൾ ഫെറിയെ കയറി വേണം പോകാനായിട്ട്. വലിയ ദൂരമുള്ള ഫെറി, 5 മിനിറ്റ് ഫെറി അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഫെറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെറി ബാരിയർ ഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഒരു ഫെറി എനിക്ക് കയറ്റുന്നത് അറിയത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫെറിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഫെറി കയറി വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഐലൻഡിലേക്ക് പോകാനായിട്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഫ്രീ പാർക്കിംഗ് ആണ്. പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഫെറിയെ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് എനിക്ക് തോന്നുന്നത് 8 രൂപ 50 പൈസ എന്ന് കണ്ടു വെബ്സൈറ്റിൽ. പക്ഷേ അത് 8 രൂപ 50 പൈസ പോയിട്ട് വരാനാണോ എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയില്ല. ടിക്കറ്റ് ഫെറിയിലാണ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഫെറിയുടെ അങ്ങോട്ട് പോകാം. എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ ഫെറി വന്നിട്ട് കാണാം. പോടാ. അപ്പോൾ ഈ വഴിയാണ് ഫെറിയുടെ സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫെറി കയറുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇത് ട്രെയിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഹോക്കസ്ബെറി റിവർ ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന വഴിയെ കൂടെ നമ്മൾ നടക്കുകയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഫെറി അല്ല, പക്ഷേ ഗവൺമെൻറ്റുമായിട്ട് കോൺട്രാക്റ്റ് ആയിട്ടുള്ള എടുത്തിട്ടുള്ളൊരു ഇതാണ്. പബ്ലിക് പാർക്ക് ഇതല്ലേ? അതെ, കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫെറിയുടെ ഡീറ്റെയിൽസ്. ഇത് എഴുതിയിരിക്കുന്നത് അഡൽട്ട് ഫെറിയുടെ ഫെയർസ് ആണ് എഴുതിയിരിക്കുന്നത്. അഡൽട്ട് സിംഗിൾ 850, ചൈൽഡ് സിംഗിൾ 430, കൺസെഷൻ ഉള്ളവർക്ക് 430. ഫെറി സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെറി ഡിപ്പാർട്സ് 7 days a week. ടിക്കറ്റ് ഓൺ ബോർഡിലാണ് മേടിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മൾ പോകുന്ന ഐലൻഡ്. ഇവിടുന്ന് ആകെ എന്നാ ഒരു 10 മിനിറ്റ് കാണും ഫെറിയിലല്ലേ. ഫെറി അവിടെ കൊണ്ട് ചുമ്മാ ഇട്ടിരിക്കാൻ തോന്നുന്നില്ല, അതിലെങ്ങും ആളില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫെറി മിസ് ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് ഫെറിയിലൊന്നും ആരുമില്ലായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ നിൽക്കുക. അടുത്ത ഫെറി 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 1.25 മണിക്കൂർ നേരം then അടുത്തൊരു ട്രെയിൻ പോകുന്നു ഇൻ്റർസിറ്റി. അപ്പം ഇനിയിപ്പോൾ 1.25 മണിക്കൂർ നേരം ഇവിടെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞിട്ട് എന്തായാലും ഇറങ്ങിയതാണ്. ഫെറി കയറി അപ്പുറം വരെ പോയി അവിടെ സംഭവം എന്നാന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ ഇങ്ങനെ വന്ന് ഈ പാറക്കല്ലിൽ കുത്തിയിരുന്നതിന് നല്ല രസം. ഇവിടെ ഇപ്പം അതാണ് നമ്മുടെ ബോട്ട് ജെട്ടി. ബോട്ടിൻ്റെ അപ്പുറത്ത് കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇത് ട്രെയിൻ ട്രാക്ക്. അപ്പം അത് വേറൊരു ഐലൻഡാണ്. അതിൻ്റെ പേര് ലോങ് ഐലൻഡ് എന്നാണ്.
അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, പെഡസ്ട്രിയൻ ആക്സസ് അങ്ങോട്ടില്ല. എന്നിട്ട് അവിടുന്ന് ട്രെയിൻ അങ്ങനെ പോയിട്ട് ഒരു ബ്രിഡ്ജൊക്കെ കയറി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഉണ്ടോ നല്ല രസം. ഇപ്പോൾ വെയിലില്ല, ഇച്ചിരി മൂടല. വെയിലുണ്ടായാലും നല്ല രസമായിരുന്നു തന്നെ. അപ്പോൾ ആ കാണുന്നത് വേറൊരു ജെട്ടി പോലത്തെ ഇതാണ്. അത് എനിക്കൊന്ന് പ്രൈവറ്റ് ആൾക്കാർക്ക് ബോട്ട് അടിപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പൊതുവേ വെയിലുള്ള ദിവസങ്ങളിലും അതുപോലെ വീക്കെൻഡുകളിലും അവധി സമയങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ട് തിരക്ക് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഐലൻഡിലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐലൻഡിൽ 300 ചില്ലറ ആൾക്കാരേ ഉള്ളൂ ആകെ താമസിക്കുന്നുള്ളൂ. 2016 സെൻസസ് പ്രകാരം ഈ ഐലൻഡിൽ 300 ആൾക്കാരാണ് താമസിക്കുന്നത്. അത് ഈ അവധിക്കാലം വരുമ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ കൂടും. കാരണം ആൾക്കാർ ഹോളിഡേക്കൊക്കെ വരുമ്പോൾ പോകാനായിട്ടൊക്കെ അപ്പുറത്തൊക്കെ ഇപ്പോൾ അതിൻ്റെ അകത്തൊക്കെ താമസിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോപ്പുലേഷൻ കൂടും. അല്ലെങ്കിൽ നോർമലി 100-300 പേരെ അവിടെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് 76 ഏക്കറാണ്. 76 ഏക്കറാണ് ഈ ഐലൻഡ്. അപ്പോൾ അതിൻ്റെ ഈ ഐലൻഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് ഒരു 300 മീറ്റർ കാണും ഐലൻഡിനെ അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു 250 മീറ്റർ കാണുള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കാറുകളില്ല. കാറെന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഈ നാട്ടിലും കോൺക്രീറ്റ് പണിക്കൊക്കെ കൊണ്ടുപോകുന്ന വിശേഷം വണ്ടിയില്ല, 3 വീലുള്ള കയ്യിൽ ഉന്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് വണ്ടിയാണ് അവരുടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 70 ഏക്കറല്ലേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പം എതിരായി നടന്നാലും നമുക്ക് തിരിച്ച് ഈ ഫെറി പോയിന്റിലേക്ക് തന്നെ, ഫെറി ജെട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും എൻ്റെ കയറി നടന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഇച്ചിരി വെയിൽ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വെയിലുള്ള ദിവസമാണ് നല്ലതാണ്. അങ്ങനെയൊക്കെയാണ് കഥകൾ. നമ്മുടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മറീന പോലെ ഒരു ബോട്ട്, ചെറിയ പ്രൈവറ്റ് ബോട്ടൊക്കെ എടുക്കാനുള്ള ഒരു പാലം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇവിടെയായിട്ട് കുഞ്ഞ് പാർക്കുണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളവർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പാർക്കിനകത്ത് കളിക്കാനുള്ളൊരു 1-2 ചെറിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈ പില്ലർ പോലെ കാണുന്നതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ട്രെയിൻ പോകുന്ന, ഈ നമ്മുടെ ഇവിടുന്ന് ട്രെയിൻ മുന്നോട്ട് പോയിട്ട് കടന്നു പോകുന്ന പാലമാണ് ഈ കാണുന്നത്. ഹോക്കസ്ബറി റിവർ റെയിൽ ബ്രിഡ്ജ്. 1912 എടുത്തേക്കുന്ന ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അതെ, 1912 ഈ ബ്രിഡ്ജ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇതെന്തൊക്കെയോ കുറേ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ ട്രെയിനുകളെ ആശ്രയിച്ചാണ് കുറേ കാലങ്ങൾ മുമ്പ് നിന്നില്ല, സിവിലിയൻസ് കുറേ കാലങ്ങൾ നിന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ ഈ ബ്രിഡ്ജിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ ഇവരുടെ ഈ ഓരോ പോളിലും ഓരോരോ ചരിത്രങ്ങൾ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒറിജിനൽ ബ്രിഡ്ജിന് പകരം കൺസ്ട്രക്ഷൻ ഓഫ് സെക്കൻഡ് ഹോക്കസ്ബറി റിവർ റെയിൽവേ ബ്രിഡ്ജ് 1939-46 വരെ. അപ്പോൾ പഴയ ബ്രിഡ്ജ് ഇതായിരുന്നു. ഈ പഴയ ബ്രിഡ്ജിന് എന്താ കേടുപാട് കണ്ടത് മൂലം അതിന് പാരലായിട്ട് ഒരു പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അവരിതെല്ലാം കൊണ്ടുവന്ന് അതിവിടെ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ. ഒരു ഭയങ്കര പരിപാടിയാണ്. 1930 ആലോചിച്ചോണം, 30കളിലാണ് സംഭവിച്ചത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എഞ്ചിനീയറിങ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇതിനകത്ത് ചെറിയൊരു വേലി പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അത് നടക്കാൻ ഇതുണ്ടോ, ഈ കാണുന്ന ഫുട്പാത്ത് ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കമ്പി, അതിൻ്റെ എഡ്ജിലായിട്ട് അതിൻ്റെ താഴെ ഇതിൻ്റെ കമ്പി കൊണ്ട് ചെറിയൊരു വേലി പോലെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പാണ്, ബാത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വെയിലുള്ളപ്പോഴത്തേനും ഇറങ്ങി ഇവിടെ നിന്ന് എല്ലാവർക്കും ബാത്ത് എടുക്കാം. സൈഡിൽ നടക്കണം. ഇവിടെ ഒരു അപ്പാപ്പൻ ഇന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പാപ്പന് വല്ലതും കിട്ടിയല്ലോ എന്നറിയത്തില്ല. നമ്മുടെ ഫെറി വന്നിട്ടുണ്ട്. ഫെറി കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി, ഇനി ഇപ്രാവശ്യം അത് മിസ്സാക്കാണ്ട് താല്പര്യമില്ല. അപ്പം നമുക്ക് ഫെറിയിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ ഫെറി. പ്രൈവറ്റ് ഫെറിയാണ്.
അധികം ആൾക്കാരൊന്നുമില്ല ഐലൻഡിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അകത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മളപ്പോൾ പെരേ കയറി ഇരിക്കുകയാണ്. ഒരു സൈഡ് പോകാനായിട്ട് 8 രൂപ 50 പൈസയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്, 1 വേ. തിരിച്ച് വരാനായിട്ട് അത്രയും തന്നെ 8-50 വേറെ സ്പെൻഡ് ചെയ്യണം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ 1 മണിക്കൂർ ഗ്യാപ്പിലേക്കാണ് മിക്കവാറും ഇത് പോകുന്നത്. ഇറങ്ങാറായി, ബോട്ടിൽ നിന്നു, നമുക്കിനി ഇറങ്ങാം. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കണം. ഫെറിയാണ്, ചെറിയ മഴ തൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഭയങ്കര അല്ലേ ഭയങ്കര. അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാം. അതാണ് നമ്മൾ വന്ന ബോട്ട്. ഇവിടെ ആൾക്കാർ കയറി ഇറങ്ങി ഇരിക്കുന്നു. ഇതുണ്ട്, റിവറിൻ്റെ നടുക്കാണിത്, ഹോക്കസ് ബേ റിവറിൻ്റെ നടുക്കാണ്. ഇതിലാണ് ആൾക്കാർ പുറത്തോട്ട്. ഇതാണ് ഐലൻഡിലുള്ള വീടുകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇവിടെ നേരത്തെ പറയുന്നത് 300 ആളുകളാണ് ഉള്ളത്. നമ്മൾ കണ്ട റെയിൽ ബ്രിഡ്ജ് കാണുന്നതാണ് റെയിൽ ബ്രിഡ്ജ്. എന്തൊരു കാഴ്ച, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരയിലുള്ളവരൊക്കെ ഇവിടെയുള്ളവരൊക്കെ കാറിന് പകരം ഉന്തുവണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതാണ് ആ ഉന്തുവണ്ടി. അപ്പോൾ അതൊക്കെ ബോട്ട് ചുറ്റുന്ന പുറത്തോട്ട് നൽകാം. കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണല്ലേ. ഇവിടെ ആകെ ഒരു പ്രശ്നം, ഇവിടുന്ന് ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നല്ല ശുദ്ധമായ വായു. ഇത് കൗൺസിലിൻ്റെ ഒരു ഇതാണല്ലോ. ഇത് തന്നെ അതെ, ഇവിടെ കൗൺസിൽ കാറിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ഇത് കൗൺസിലിൻ്റെ വണ്ടിയാണിത്. ഇത് നടത്താൻ വേണ്ടി. പിന്നെ ഇവിടെ ഈ സാധനങ്ങൾ ആൾക്ക് കൊണ്ടുപോകാനായിട്ട് ഈ വണ്ടികൾ ഇത് കൗൺസിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നില്ല, ഈ ഉന്തുവണ്ടി. ഇവരുടെ സൈഡിലായിട്ട് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ സംഭവമുണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു പോസ്റ്റ് ബോക്സ്. ശരിക്കും പറഞ്ഞിട്ട് നമ്മളൊരു എവിടെ പോയ പോലെ എങ്ങും പോയ പോലെ പറയാൻ പോലും പറ്റില്ല. ഇവിടെ കുറേ അധികം വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആൾക്കാർക്ക് അതിൽ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും നമ്പർ, വീട് നമ്പർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ട് നമ്പർ എഴുതി ഓരോരുത്തരും അവരുടെ ട്രോൾ ഇവിടെ വെച്ചിട്ട് പോയിരിക്കും. എന്നിട്ട് സാധനം എടുത്തോണ്ട് പോയി കൊണ്ടുവച്ചിട്ട് മേടിക്കാൻ പോകുമ്പം അവിടെ വെച്ചിട്ട് പോയിരിക്കും. അങ്ങനെ ആയിരിക്കും സംഭവം തോന്നുന്നു. വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നടപ്പാണ്, നടക്കാനുള്ള വഴികളുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പൊല്യൂഷൻ ഇല്ല അല്ലേ. ഏറ്റവും വലിയ കാര്യം അതാ, പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പം നമ്മളിങ്ങനെ നടന്ന് അതിൻ്റെ കൂടെ നടക്കുകയാണ്. അതിൻ്റെ ആ സൈഡിൽ അങ്ങനെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ഇതിലെ ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ നടക്കാൻ എത്തുന്നത്. അവിടെ നിന്ന് തിരിച്ചു വരണമെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ 300 പേരാണ് ജനസംഖ്യ ഉള്ളത്. പക്ഷേ ഇവിടെ താമസിക്കുന്ന 2 അമ്മച്ചന്മാരോട് ഹലോ, ഇവിടെ താമസിക്കുന്ന 2 അമ്മച്ചന്മാരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് 200 പേരൊക്കെ ഇവിടെ കാണുമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ സെൻസസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 300 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതം. നമ്മളിതിലൂടെ നടക്കാം. അപ്പം കേട്ടില്ലേ, ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മളവിടെയൊക്കെ ഒരു എന്നാ പറയുന്ന ഒരു ഇവിടെ കൊമരകത്ത് ഒരു സ്ഥലമുണ്ടല്ലോ, പക്ഷിസങ്കേതോ പാതിരാമാണല്ലോ എന്നൊക്കെ പറഞ്ഞ പോലുള്ളൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടാറിട്ട വഴികളാണ്. ഈ അമ്മച്ചി ഇവിടെ താമസിക്കുന്നതെന്ന് തോന്നുന്നു. അമ്മച്ചി അവിടെ താമസിക്കുന്ന അമ്മച്ചിയുടെ വീടാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മേ, വീടുകൾ കണ്ടോ? ഓരോ വണ്ടികൾ, വീടിന് മുന്നിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഈ വീട്ടുകാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നത്. അടിപൊളി. ഇതാ വീടുകൾ ഇരിക്കുന്നുണ്ടോ? ഒരു വീട് 12-ാം നമ്പർ 14 നമ്പർ വീടുകൾ 2 എണ്ണം ഇവിടെയാണ്. എൻ്റെ കാടിനകത്താണ് വീടുകൾ ഇരിക്കുന്നത്. നടക്കുകയാണ്, ചെറിയ കുന്ന് മേളിൽ കയറി ചെല്ലുക, തിരിച്ച് വരിക. അതേസമയം സ്പെൻഡ് ചെയ്യാനുള്ള കുഴപ്പമൊന്നുമില്ല. സ്വാമിനാഥേട്ടാ മൾബറി ഉണ്ടോ? മൾബറി നല്ല മുഴുത്ത മൾബറി. അത് ഇല്ല, ഒന്നും ഇല്ലാത്തതൊക്കെ ധൈര്യമായിട്ട് കഴിക്കും. അതിലൊന്നും ഒരു വിഷം പോലും കാണത്തില്ല. അങ്ങനെ ഞാനും പറിച്ചു ഒരു മൾബറിക്ക്. വരുന്നുണ്ട്, സൂപ്പറല്ലേ? വാ, ഇതൊരു കാപ്പിമരമാണെന്ന് എനിക്ക് തോന്നുന്നു.
അല്ലേ ഇത് ഇതിൻ്റെ പൂവൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് കാപ്പിയാണ്. പക്ഷെ ഞാൻ കാപ്പിനെ ഇവിടെ കണ്ടിട്ടില്ല ഓസ്ട്രേലിയയിൽ. ഇതുണ്ടോ പിന്നെ രസമാണ് അതിന് കാണാൻ. മഞ്ഞയും എൻ്റെ അകത്ത് ചോപ്പ്. വാവ്, ബ്യൂട്ടിഫുൾ. വാവ്, ഓഹോ, പോയുണ്ടോ പിന്നെ രസമാടാ. അവിടെ ഇതുണ്ടോ എന്തോ ഒരു സാധനം, ഒരു ബോട്ട് പോകുന്നതിൻ്റെ ട്രെയിലാണ് കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. വന്ന വഴിക്ക് ഒരു ഗുഹ കണ്ട. ഈ ഗുഹയ്ക്കകത്ത് തലയണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവം ഇതിനകത്തൊക്കെ മനുഷ്യൻ എൻ്റെ പൊന്നെ ഉണ്ടോ, ലൈറ്റൊക്കെ ഉണ്ട്. ഇതന്നെ ഇത് ഏതാണ്ടൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയവർ ഇതുണ്ടോ, ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുഹ. അയ്യോ അടിപൊളി വ്യൂ. ഒരു വീടുകളിരിക്കുന്നതിന് കൊതി വരുമല്ലേ കാണാനായിട്ട്. ഞങ്ങളുടെ നടപ്പ് തുടരുകയാണ്. ഞങ്ങളിങ്ങനെ ഐലൻഡ് വഴി നടക്കുകയാണ്. അപ്പം ഈ നടപ്പാത എന്ന് പറയുന്നത് ടാറിട്ട റോഡല്ല, ഇപ്പോൾ ഒരു ചെറിയ ഗ്രാവൽ പോലത്തെ വഴിയാണ് ഇല്ലടാ. പക്ഷെ നല്ല ഫ്രഷ് എയറും ഇതുണ്ടോ, കാടും മലയും കുന്നും ഒക്കെയാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ ശരിക്കുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ പണ്ടുള്ള നാട്ടിലെ ആൾക്കാർ ജീവിച്ചിരുന്നില്ലേ അതുപോലത്തെ ഉള്ളൊരു ലൈഫാണെന്ന് തോന്നുന്നു അല്ലേടാ. കാടില്ല. ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു ബോട്ടുണ്ട്. അപ്പോൾ വീടുകളെല്ലാം ഇതിൻ്റെ ഫോക്കസ് ബേ റിവറിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യാത്രയ്ക്കുള്ള ഉപാധി എന്ന് പറയുന്നത് ബോട്ടാണ്. ബോട്ടിൽ കൂടെയാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവരികയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി മേളിൽ അങ്ങനെ താമസിക്കുന്നവരെന്നു വെച്ചാൽ നമ്മളിതുപോലെ ഈ എവിടെയെങ്കിലും ബോട്ട് എവിടെയെങ്കിലും ജട്ടിയിൽ അടുപ്പിച്ചേച്ച് അവർ ഈ സാധനം ചുമന്നുകൊണ്ട് വന്ന് ഈ ഉന്തുവണ്ടിയെ കൊണ്ടുവന്നിച്ച് വണ്ടിയെ ഉന്തി അങ്ങ് പോകും അല്ലേ. പക്ഷേ എല്ലാം തന്നെ ഈ വെള്ളത്തിൻ്റെ കരയിൽ തന്നെ എല്ലാവരും വീടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ദൂരം ആൾക്കാർക്ക് ഉന്തേണ്ട ആവശ്യങ്ങളൊന്നും വരാറില്ലെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നും എന്നെ രസമാണ് ഓരോ വീടുകൾ. ഇതിന് ചുറ്റും ഒരു വട്ടം നമ്മൾ നടക്കുകയാണ്. ചിലപ്പോൾ ചില വീടുകളിലേക്കൊക്കെ പോകുന്ന വഴിയെന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. സ്റ്റെപ്പ് കയറി അങ്ങ് കാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ വീടാണ്. അതുപോലെ ഒരുപാട് വീടുകൾ കാണാം. ഇവിടെ എല്ലാം നല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ എല്ലാം. ഒരു പൊല്യൂഷൻ ഇല്ല, ഒരു ഒച്ചയില്ല, ഒരു ബഹളമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഒരു വീട്ടിലേക്ക് കയറി ഇതുണ്ടോ, ഇതൊരു വീട്ടിൽ കയറി പോകുന്ന വഴിയാണ്. കണ്ട് ഇത് വേറൊരു വീട്ടിൽ കയറി പോകുന്ന വഴിയാണ്. നടന്നാണ് കയറി പോകുന്നത്. നമ്മൾ പഴയ കാലത്തെ വയനാട്ടിലൊക്കെ വീടുള്ളൂ. എന്നിട്ട് മിക്ക വീടുകൾക്കും കൂടുതലും ഗ്ലാസ്സുകൾ കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ചില്ലാണ് കൂടുതലും വീടിന് പണി. കാരണം നല്ല വ്യൂ കിട്ടാനും. എൻ്റെ പൊന്നെ, ചില വയനാട്ടിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ വയനാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന വീടുകളെ അവിടെ ഓർമ്മയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. വേറൊരു വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. ഇതിൽ കയറി സ്റ്റെപ്പ് വഴി ഇന്ന് വേണ്ട വിലയൊരു വീട്. അമ്മച്ചി താഴെ നിൽക്കുന്നത്. ഏതമ്മച്ചി താഴെ നിൽക്കുന്നത്? ഒരാൾ വേണ്ട താഴെക്കട വരുന്നുണ്ട് നടന്ന്. അല്ലല്ല, ഇതിനാണ് സ്ഥലം. നമ്മൾ ഇതിലാണ് കയറി അങ്ങോട്ട് പോയത്. ഈ വഴിയൊക്കെയാണ് അങ്ങോട്ട് പോയത്. ഓക്കെ, ഇവിടെ ജംഗ്ഷനിൽ വന്നു. നമ്മളിങ്ങനെ നടന്ന് ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതുണ്ടോ, ഡാങ്കർ ഐലൻഡ് ബുഷ് ഫയർ ബ്രിഗേഡ്. ഇതാണ് ഫയർ സ്റ്റേഷൻ. ആംബുലൻസ് സർവീസ് ഉണ്ട്. ഓക്കെ, അടിപൊളി. എങ്ങോട്ട് പോലും നമ്മൾ അങ്ങോട്ട് തന്നെ ഇല്ല. ബീച്ചിലോട്ട് നടക്കുകയാണ്. കണ്ടോ, പിന്നെ രസമാണെന്ന് എനിക്ക് ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടുത്തെ ഒരു വീട്, ഞങ്ങൾ വീണ്ടും ഇവിടുത്തെ ഈ ഐലൻഡിൽ താമസിക്കുന്ന കുറേ ആൾക്കാർ, കുറേ അമ്മച്ചന്മാരാണ്, പ്രായമുള്ള ആളുകളാണ് കൂടുതലും. അപ്പോൾ ഇവരൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു വീട് സാധാരണ 1 മില്യൺ മുതൽ 2 മില്യൺ വരെയാണ് ഇവിടുത്തെ വില എന്നാണ് പറയുന്നത്. പഴയ വീടുകളാണ് കൂടുതലും, പുതിയ വീടുകളൊന്നും ഇവിടെ പണിയുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ വിലയെന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇച്ചിരി ഉള്ളിലൊക്കെ ആണെന്നുള്ളൊരു 5.5 മില്യനെ കൊടുത്തതിന് ഒരു അത്യാവശ്യം 4 ബെഡ്റൂം വീട് ഒരു 10-20 സെൻറ്റ് സ്ഥലമൊക്കെ ആയിട്ട് കിട്ടും. ഉള്ളിലോട്ട് പോയാൽ അതിനും ചീപ്പായിട്ട് കിട്ടും. എന്നാലും ചെറിയ സിഡ്നിയിൽ നിന്നൊക്കെ ഒരു 100 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാലും നമുക്ക് 5 ലക്ഷത്തിനൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു സാധാരണ വീടിന് 1 മില്യൺ മുതൽ 2 മില്യൺ വരെയാണ് ഒരു സാധാരണ വീടിന് ഉള്ളത്. അപ്പോൾ ഇത് കേട്ടോ, നിങ്ങൾ കേട്ടില്ലേ? ഇതുപോലുള്ള ഒച്ചയൊന്നും കേൾക്കാൻ പറ്റില്ല. നേരം വണ്ടികളുടെ പുകയില്ല, ഒന്നുമില്ല. എന്തൊരു ശാന്തം. വാഴയൊക്കെ നല്ല ഐശ്വര്യമായിട്ട് വളർന്നു. ഇതുണ്ടോടാ, നാട്ടിലെ കൂടെ വാഴ നല്ല ഐശ്വര്യമായിട്ട് വളർന്നു നിൽക്കുന്നൊരു വാഴ. ഇത് നാട്ടിലെ പോലെ. ഇവിടെ അയൽവാസികളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് വർത്താനം പറഞ്ഞു, കൂട്ടുകാരെ കാണാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള ലൈഫാണ്. അടിപൊളിയാണ്. കണ്ട, ഇതാണ് പാർക്ക്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുണ്ട് ഇവിടെ വന്നാൽ. റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, ഗോൾഫ്. ഇവിടെ എൻ്റെ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ സൈൻ ബോർഡ് കണ്ടായിരുന്നു.
ഫുട്ബോൾ കളിക്കാനുള്ള സെറ്റപ്പ്, അല്ല ബാസ്ക്കറ്റ് ബോള്, ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതല്ല ശ്രദ്ധിച്ചു, ഇവിടെ വന്നിട്ടൊരു മനുഷ്യനൊന്നും ഉറക്കം വർത്താനം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. ഇതാണ് ഇവരുടെ കമ്മ്യൂണിറ്റി ഗാർഡൻ എന്ന് പറയുന്നത്. ബോട്ടിനകത്തുള്ള ചെടി പോലെ അത് ഇതൊക്കെ കൃഷികൾ ചെയ്യുന്നതാണ് ഇവർ. സ്ട്രോബെറി നിൽക്കുന്നത്, ഇതേണ്ട നിൽക്കുന്നത് സ്ട്രോബെറിയാണ് നിൽക്കുന്നതൊക്കെ. സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നു, പഴുത്ത് കിടക്കുന്നുണ്ടോ? സ്ട്രോബെറി പഴുത്ത് കിടക്കുന്നു. അവിടെ കഴിയാതെ വേണ്ടേ പറിച്ചെടുക്കാം കമ്മ്യൂണിറ്റി. എന്നാ കഴിയാതെ തിന്നുവാണോ? അത് പറിച്ചെടുത്തു. ഈ കാലത്തെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി. മധുരം കുറവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഗാർഡൻ. ഏതാടാ? ഇത് പാർസലിയാണ് നിൽക്കുന്നത്. പാർസലി അല്ല, അത് ആരുടെയൊക്കെ കറി വെക്കാണ്ട് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കേട്ടോ, പാർസലിയാണ് നിൽക്കുന്നത്. ഒരു പേര, അടിപൊളി പേരയ്ക്കൊന്നും. അത് കാപ്പിക്കുരു, ഇത് കാപ്പിക്കുരു ആടാ. കാപ്പി എല്ലാം പൂക്കുന്നല്ല ഒരുപോലെ. അതിന് പൂവുണ്ടല്ലോ, ഇതുണ്ട് കാപ്പിക്കുരു. ഇവിടെ ഒരു ഓപ്പണിങ് കാണുന്നുണ്ട്, ബീച്ചിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. അടിപൊളി. ഇതാണ് ബീച്ച്. സൂപ്പർ. വലിയ ബീച്ചൊന്നും അല്ല, ചെറിയ ബീച്ച്, പക്ഷെ അടിപൊളിയല്ലേ. വെള്ളം ഇറക്കാം ഇപ്പം. സൂപ്പർ. ഇതാണ് നമ്മുടെ ബീച്ച്, ഡാങ്കർ ഐലൻഡ് ബീച്ച്. അവനെ ഇഷ്ടപ്പെട്ടോ? ഇപ്പം വെള്ളം ഇറക്കമാണ്. വെള്ളം ഇറക്കമായതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇതൊക്കെ തെളിഞ്ഞ് കിടക്കുന്നത്. വെള്ളം കയറുമ്പോഴത്തേക്കും ഇതാ കണ്ടോ. അതെ, ഇതിൻ്റെ കണ്ട് തന്നെ ഇത് കാല് കീറിപ്പോന്നു. നീ കക്കാടെ എൻ്റെ പവിഴപ്പുറ്റ് പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം മിക്കവാറും നമ്മുടെ കാല് കീറും. ഇവിടെയൊക്കെ ബോട്ട് വരുമ്പോഴത്തേക്കും സൈഡിൽ ചേർത്തിരുന്നത്. ഇപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കുന്നുണ്ട്, അങ്ങേറ്റത്ത് പോയി കിടക്കുന്നത്. ഓരോരുത്തരുടെ പ്രൈവറ്റ് ജെട്ടികളല്ലേടാ, ഓരോരുത്തരുടെ വീടുകൾ. ആ വീടുകളിൽ നിന്ന് നേരെ ഒരു ബോട്ടിലേക്ക് വന്നിട്ട് ആ ബോട്ടും കൊണ്ട് അക്കരെ പോയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം സിറ്റിയിലോട്ടൊക്കെ പോകുന്നത്. ചുറ്റുപാടും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഐലൻഡാണ്. നമ്മൾ വന്ന അപ്പുറത്തെ കരയാതാടാ. ഇതാണ് ജെല്ലി ഫിഷ് ചത്ത് കിടക്കുന്നത് അല്ലേ. അങ്ങേറ്റത്ത് സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ അല്ലേ, ഒരു മരം അങ്ങേറ്റത്ത് ഒരു മരമായിട്ട് നിൽക്കുന്നത്. വട്ടത്തിൽ അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ പറഞ്ഞ് നിലത്തൂടെ കിടക്കണം. രസമാണ്. നമുക്ക് പോകേണ്ടത് അവിടെയാണ് അല്ലേടാ. നമ്മൾ വന്നു അവിടെ നിന്നല്ല വന്നത്, നമ്മൾ അതിലേക്കാണ് നടന്നത്. എന്നിട്ട് ഇതാ ആ കാണുന്ന ഇത് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ബോട്ട് കയറ്റി ചെന്നിട്ട് പിന്നെ തിരിച്ചു പോകണം. നമ്മൾ ഐലൻഡിൻ്റെ ബീച്ച് കണ്ടു, കാര്യങ്ങൾ കണ്ടു. ഇനി ഇവിടുന്ന് പതുക്കെ നമ്മൾ തിരിച്ച് പോവാണ്. കാരണം ഇവിടെ ഉദ്ദേശിച്ചാലും കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഓൾറെഡി. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ തിരിച്ച് ബോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്താണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങാൻ. ഇപ്പം നമുക്കൊരു ബോട്ട് ജസ്റ്റ് 2 മിനിറ്റ് മുമ്പ് പോയി. ഇനിയിപ്പം ഇവിടുന്ന് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ ഉള്ളൂ അടുത്ത ബോട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഡാങ്കർ ഐലൻഡ്, ഹോക്കസ്ബറി റിവറിൻ്റെ സൈഡിലായിട്ടുള്ള, റിവറിൻ്റെ മധ്യത്തിലുള്ള ഒരേ ഒരു ഐലൻഡാണ്. ഇതാണ് നമ്മുടെ ഒരു പാർക്ക്. ഇവിടുത്തെ പാർക്ക് ഉണ്ടോ? പിന്നെ മറ്റേ സൈഡല്ലേ നമ്മൾ പോയത്, അവിടെ നിന്നല്ലേ നമ്മളതിൽ വന്നു. നമ്മൾ പിന്നെ ഇതിലെ നേരെ ഇത് ഈ പണിതൊക്കെ പുതിയതാന്ന് തോന്നില്ല, കണ്ടിട്ട് പുതിയതാന്ന് തോന്നി പിള്ളേരുടെ ഇത്.
ഒരാൾ ബോട്ട് കയറാനായിട്ട് വള്ളത്തെ തുഴഞ്ഞ് വീട്ടിലോട്ട് ചെന്നിട്ട് ബോട്ടിൽ പോവാണേ. നമ്മൾ ബോട്ട് വരാൻ വേണ്ടിയിട്ട് ബോട്ട് ജെട്ടിയിൽ വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറുതായിട്ടൊരു തണുപ്പ്, ചെറിയ ചൂടില്ല, എന്നാൽ ചെറിയൊരു തണുപ്പുണ്ട്. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരത്തെ പരിപാടികൾ ഇവിടെ നിർത്താൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം വയലൻ്റൊക്കെ നടന്ന് കണ്ടു. പക്ഷേ ശരിക്കും അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. സ്വിറ്റ്സർലൻഡിലോ മറ്റൊക്കെ പോകാനുള്ളൊരു ഫീലിംഗാണ്. ഇന്നത്തെ ഈ വ്ലോഗ് ഞാനിവിടെ തീർക്കുകയാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാലാവസ്ഥ ഒരല്പം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇച്ചിരി എന്താ പറയുക, ഒരു മൂടലാണ്. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽസിനൊന്നും അത്ര അങ്ങോട്ടൊരു ഇത് കാണത്തില്ല. എന്നിരുന്നാലും ഇന്നത്തെ കാഴ്ചകൾ വളരെ മനം കുളിർക്കുന്ന കാഴ്ചകൾ. സിഡ്നി അടുത്ത ഏരിയയിലുള്ളവരൊക്കെയാണെന്ന് തീർച്ചയായിട്ടും ഈ ഡാങ്കർ ഐലൻഡ് വന്ന് കാണേണ്ട സ്ഥലമാണ്. സെൻട്രൽ കോസ്റ്റിനും സിഡ്നിക്കും ഇടയ്ക്കാണ് ഈ സ്ഥലമുള്ളത്. സിഡ്നി CBD നിന്ന് 50 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമുക്കിവിടെ വരാനുള്ള ആകെ ചിലവെന്ന് പറയുന്നത് ഹോക്കസ്ബറി, നമ്മുടെ ബ്രുക്ലിൻ മറീനയിൽ നിന്ന് 8 രൂപ 50 പൈസ 1 വേ ടിക്കറ്റ്, ബോട്ടിൽ ഒരു 10 മിനിറ്റ് ബോട്ട് യാത്ര, അത്രേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടില്ല. ഗൂഗിൾ ചെയ്താൽ മതി, ബ്രുക്ലിൻ മറീന എന്ന് അടിച്ചു കൊടുത്താൽ വരാൻ പറ്റും. അതുപോലെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് എന്താ പറയുക ഒന്നും പറയാനില്ല. കാഴ്ചകളൊക്കെ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി, നമസ്കാരം. വേറെ വീഡിയോ കാണുന്നതിന് വരെ ബൈ.